CH വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളിൽ CH ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ധാരാളം യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും യാത്രകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനവും വായനയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ CH വല്ലാത്തൊരു അത്ഭുതമാണ്. വായിക്കും തോറും അറിയും തോറും ഒരു വലിയ ആദരവിന്റെ കടലായി മാറുകയാണ് CH എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും CH കുറിച്ച് അധികമൊന്നും അറിയാൻ ശ്രമിക്കാതെ പോയൊരു വ്യക്തിയാണ് ഞാൻ. തുറന്നു പറഞ്ഞാൽ മാധ്യമപ്രവർത്തനത്തിന്റെ പല ഘട്ടങ്ങളിലും ചില ദിവസങ്ങളിൽ CH കുറിച്ച് ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ പറഞ്ഞു പോവുക എന്നതിനുമപ്പുറം ആഴത്തിൽ CH അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതായിരുന്നു വാസ്തവം. CH ആത്മകഥകൾ തേടി കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിലും നടന്നു. ചില പുസ്തകങ്ങൾ കിട്ടി, ചില ഭാഗങ്ങൾ കിട്ടി, ചിലരുമായി സംസാരിച്ചു. അവരിൽ നിന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. കാരണം CH മരിക്കുമ്പോൾ എനിക്ക് 4 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ട് CH രാഷ്ട്രീയ ജീവിതം ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളും ലീഗ് സുഹൃത്തുക്കളും മറ്റ് സുഹൃത്തുക്കളും പറഞ്ഞ് അടയാളപ്പെടുത്തിയ ഒരു CH ഉണ്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർക്കിടയിലെ ചില സംഭാഷണങ്ങളിൽ. CH എന്ന് നമുക്ക് പരക്കെ അറിയപ്പെടുമെങ്കിലും ആ CH ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെങ്ങനെയാണെന്ന് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ചെറിയാരം കണ്ടി അല്ലെ, CK. പിന്നീട് എങ്ങനെയാണ് CH ആയി മാറിയത്? അത്തോളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ അധ്യാപകന് പറ്റിയ ഒരു തെറ്റ് CH എന്നായി മാറുകയായിരുന്നു എന്നാണ് ചരിത്രം. ആ തെറ്റ് പക്ഷേ സാമൂതിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു അഭിമാനകരമായ ഒരു വാചകത്തിലൂടെ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ആ അധ്യാപകനെ കുറ്റപ്പെടുത്താൻ ഈ CH അവിടെ ഇരുന്നോട്ടെ എന്ന് സാമൂതിരി സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന കൃഷ്ണയ്യർ മാഷാണെന്ന് തോന്നുന്നു. ഈ CH പറഞ്ഞു, ചെറിയാരം കണ്ടി എന്നുള്ളത് CK ആയിരിക്കെ നീ CH മുഹമ്മദ് കോയയായി ഈ ക്ലാസ് പഠിക്കേണ്ടതില്ല എന്നാണ് ആ മാഷ് പറഞ്ഞു. എനിക്ക് CH എന്ന പേര് തന്നെ മതി, കാരണം അതിന്റെ ഇനിഷ്യൽ കമ്പാനിയൻ ഓഫ് ഓണർ എന്നാണ് അത്ര. ഓർഡർ ഓഫ് കമ്പാനിയൻ ഓഫ് ഓണർ എന്നത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ശാസ്ത്രത്തിന്, കലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് സ്തുത്യർഹമായി സേവനം അനുഷ്ഠിക്കുന്നവർക്ക് നൽകുന്ന അംഗീകാരമാണ്. ഇന്റർമീഡിയറ്റിന് സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ CH തന്റെ പേരിന്റെ ഇനിഷ്യൽ അത് ഓർഡർ ഓഫ് കമ്പാനിയൻ ഓഫ് ഓണർ ആണ് എന്ന് പറഞ്ഞ മനുഷ്യൻ തീർച്ചയായും നമ്മുടെ ഒക്കെ ആദരവോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിച്ച് ഒരേ സമയം ഒരു സമുദായത്തിന്റെ ആത്മാഭിമാനം മുറുകെ പിടിച്ചു നടക്കുന്ന ഒരു കമ്പാനിയനായും ആ ഓണർ ആ സമുദായത്തിന്റെയും ആ സമുദായത്തിലൂടെ കാണാതെ പോയ മനുഷ്യരെ, ഓരങ്ങളിലേക്ക് ചേർന്ന് പോയ മനുഷ്യരെ പൊതുസമൂഹത്തിലേക്ക് ചേർത്ത് നിർത്തിയ അക്ഷരാർത്ഥത്തിൽ കമ്പാനിയൻ ഓഫ് ഓണറായി തീർന്ന ആളാണ് CH മുഹമ്മദ് കോയ എന്നതാണ് ആ പേരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന രാഷ്ട്രീയ മഹാത്മ്യം എന്നുള്ളത്. He was a companion. He stood for honor, not for a community, but for all. അതെങ്ങനെയാണ് എന്നത് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിശദമാക്കാം. CH ഒരു വലിയ പാഠപുസ്തകം, ഒരു വലിയ സർവകലാശാലയാണ്. നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. അതെങ്ങനെയെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CH മലയാളി പകർപ്പാണ് നെഹ്റുവിന്റെ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ, ഒരു പരിധിവരെ അംബേദ്കറിന്റെ, ഒരു പരിധിവരെ എങ്ങനെയാണോ ഈഴവ സമുദായത്തെ നവോത്ഥാനത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരു ചെയ്തത്, സമാനമായ രീതിയിലാണ് ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടയിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തമാവാനും രാഷ്ട്രീയം കൊണ്ട് അടയാളപ്പെടുത്താനും CH സമുദായത്തോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരേ സമയം നിങ്ങൾക്ക് നെഹ്റു ആവാനും ഗുരു ആവാനും അബ്ദുൽ കലാം ആസാദ് ആവാനും അംബേദ്കർ ആവാനും കഴിയുക എന്നുള്ളതാണ് CH മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി ഞാൻ അടയാളപ്പെടുത്തുന്നത്. എങ്ങനെയൊക്കെയാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആലങ്കാരികമായി പറഞ്ഞു പോയ പോലല്ലോ, അത് സാധൂകരിക്കണ്ടേ. ഒന്ന്, നെഹ്റുവുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്പാരിസൺ, രണ്ടുപേരും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്തിനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു? ലോകത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ലോകം ചിന്തിക്കുന്നതിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ സഞ്ചാര സാഹിത്യത്തെക്കുറിച്ച് നവാസുമായി ഞങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു വരവേ ഒരു ചെറു പുസ്തകത്തിൽ കണ്ടത്, ലിബിയയിൽ നിന്ന് അമേരിക്കയിലേക്കും മലേഷ്യയിൽ നിന്ന് ഗൾഫിലേക്കും പോവുക മാത്രമല്ല, ഓരോ സന്ദർശനവും ഓരോ പുസ്തകമായി അദ്ദേഹം നമ്മുടെ മുന്നിൽ എഴുതി തന്നിട്ടുണ്ട്. ആ യാത്രകളിലൂടെ അദ്ദേഹം കണ്ടെത്തിയ ലോകവീക്ഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ ലോകവീക്ഷണത്തിന്റെ കരുത്തിലാണ് അദ്ദേഹം ഒരു മികച്ച മുസൽമാനായും അതേസമയം തന്നെ ഒരു ഭരണകർത്താവായും അതേസമയം സമുദായ പരിഷ്കർത്താവായും മാറാനുള്ള ഊർജം ആ മനുഷ്യൻ നിറച്ചത്. ഞാനൊരു യാത്രക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ടാഗ്ലൈനാണ്. ആ ടാഗ്ലൈൻ യാത്രക്കാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ എന്റെ വാർത്താ പ്രഭാത പരിപാടിയിൽ തുടർച്ചയായി പറയുന്ന ഒരു വാചകമാണ്.
വാണ്ടറിംഗ് ബീസ് ഗ്യാദർ ഹണി. അലയുന്ന തേനീച്ചകൾ മാത്രമാണ് തേൻ സംഭരിക്കാറ് എന്നാണ്. അലയുന്ന തേനീച്ചകൾ മാത്രമേ നല്ല മികവുറ്റ തേനുകൾ സംഭരിക്കാറുള്ളൂ എന്നുള്ളതാണ്. അലയുന്ന തേനീച്ചയായിരുന്നു യഥാർത്ഥത്തിൽ CH മുഹമ്മദ് കോയ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലയുന്ന ഒരു തേനീച്ചയായിരുന്നു ഒരർത്ഥത്തിൽ ജ്ഞാനത്തിന്റെ മേഖലയിൽ നമ്മുടെ നെഹ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അകാലത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയതുപോലെ ലോകത്തെ കണ്ടെത്തൽ എന്നൊരു കൃതി ഒരു പക്ഷേ CH മുഹമ്മദ് കോയ എഴുതുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമേൽ വൈവിധ്യമാർന്ന രാജ്യങ്ങളെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ സമ്പന്നതയിലും അമേരിക്ക ദരിദ്രമാണ് എന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, അമേരിക്കയിൽ പണമല്ലാതെ മറ്റൊന്നുമില്ല. അതൊരു കാഴ്ചപ്പാടാണ്. ഓരോ രാജ്യങ്ങളുടെയും ജീവിത രീതിയെക്കുറിച്ച് CH അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. ഇത് തന്നെയാണ് നെഹ്റു തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ കണ്ടെത്തിയത്. ഇന്ത്യ എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിച്ചത്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് നെഹ്റു ലോകത്തെ കണ്ടെത്താൻ ശ്രമിച്ചത്, അതിന്റെ ഒരു എളിയ ശ്രമമാണ് ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം മാത്രമുള്ള CH ശ്രമിച്ചത്. CH ഇന്റർമീഡിയറ്റ് പാസ്സായിട്ട് പിന്നീട് പത്രപ്രവർത്തന മേഖലയിലേക്ക് വരുമ്പോൾ ചന്ദ്രിക ദിനപത്രം അന്നുവരെ കാണാത്ത ഒരു വലിയ പത്രാധിപ ബോധം അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ പോളിസി ആ പത്രം സ്വീകരിക്കുന്നുണ്ട്. നെഹ്റുവിനെ തുറന്ന് എതിർക്കുന്നുണ്ട് CH മുഹമ്മദ് കോയ പല ഘട്ടങ്ങളിലും. നെഹ്റുവാണല്ലോ വടപ്പുറത്ത് വെച്ച് ചത്തകുതിര എന്നൊരു ആക്ഷേപം ഉന്നയിച്ചത്. അതിന് അദ്ദേഹം പത്രത്തിലൂടെ കൊടുത്ത മറുപടി ഇത് ചത്തകുതിരയല്ല, പകരം ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്നാണ് CH മുഹമ്മദ് കോയ കൊടുത്തത്. പക്ഷെ അപ്പോഴും കോൺഗ്രസുമായുള്ള ബന്ധം ആടി ഉലഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും വ്യക്തിപരമായ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. മാത്രവുമല്ല, സുദൃഢമായ ഒരു കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. CH മേനോൻ ഇന്ത്യയിലെ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും EMS ഏറ്റവും മോശം കൂട്ടുകക്ഷി രാഷ്ട്രീയം നയിക്കാൻ പര്യാപ്തനായ നേതാവാണെന്ന് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തത് ചന്ദ്രികയിലൂടെയാണ്. അപ്പൊ ചന്ദ്രിക എന്ന പത്രത്തിലെ അദ്ദേഹത്തിന്റെ പത്രാധിപ സ്ഥാനവും നെഹ്റു എങ്ങനെയാണോ ഡെക്കാൻ ഹെറാൾഡ് സ്ഥാപിക്കുന്നത്, നാഷണൽ ഹെറാൾഡ് സ്ഥാപിക്കുന്നത്, സമാനമായ രീതിയിലുള്ള ഒരു പത്രപ്രവർത്തന ബന്ധവും അല്ലെങ്കിൽ സാമ്യതയും ഇരു നേതാക്കളും തമ്മിലുണ്ട്. പക്ഷെ അതിനേക്കാൾ കൗതുകകരമായ കാര്യം ഇരുവരും പ്രാധാന്യം കൊടുത്തത് എന്തിനാണ് എന്നുള്ളതാണ്. നെഹ്റു 1928 ജയിലിൽ കിടക്കുമ്പോൾ തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് തുടർച്ചയായി കത്തുകൾ എഴുതുമായിരുന്നു. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദിരാ പ്രിയദർശിനിക്ക് ലോകവീക്ഷണത്തെക്കുറിച്ച്, അത് രൂപപ്പെട്ടു വരുന്നതിനെ കുറിച്ച്, കത്തുകൾ എഴുതുന്നതിനിടയിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അറിയാനുള്ള ജ്ഞാനം ഉണ്ടാവേണ്ടതിനെ കുറിച്ചൊക്കെ തുടർച്ചയായി പറയുമായിരുന്നു. അദ്ദേഹം തന്നെയാണ്, നെഹ്റു തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അറിയാനുള്ള മനുഷ്യന്റെ ത്വരയെക്കുറിച്ച്, മനുഷ്യന് സയന്റിഫിക് ടെമ്പർ വേണം എന്നുള്ളതിനെ കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് നെഹ്റു പറഞ്ഞത്. നെഹ്റു അതുകൊണ്ടാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ എല്ലാ സമ്മേളനങ്ങളിലും നെഹ്റു പങ്കെടുക്കുമായിരുന്നു. ഇന്ന് ചിലർ പങ്കെടുക്കുന്നത് പോലെയല്ല. അന്ന് പങ്കെടുത്തിരുന്നത് ശാസ്ത്ര ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലോകോത്തര ശാസ്ത്രജ്ഞന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകത്ത് നിർദ്ധാരണം ചെയ്യാൻ ബാക്കി നിൽക്കുന്ന വലിയ ശാസ്ത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. ഒരു പശുവിന്റെ 2 ചെവികൾക്കിടയിൽ വെച്ചാൽ ഫ്രീക്വൻസി കാണും എന്നുള്ള തീസിസ് അവതരിപ്പിക്കുന്ന സയൻസ് കോൺഗ്രസ് ആയിരുന്നില്ല. പകരം അവിടെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, വ്യാവസായികമായി ലോകത്തെ മാറ്റിമറിക്കുന്നതിന്, ഇന്ത്യക്ക് ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചത് ജ്യോതിഷ കേന്ദ്രങ്ങളായിരുന്നില്ല. അദ്ദേഹം സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ, IIT പോലെ, സർവകലാശാലകൾ പോലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുക മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ പോയി കണ്ട് മികച്ച അധ്യാപകരെ കൊണ്ടുവന്നു നെഹ്റു. അതുപോലെയായിരുന്നു നമ്മുടെ CH ആകെ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നേരത്തെ പറഞ്ഞൊരു വാചകത്തിന്റെ ബാക്കിയായി പറയുന്നുണ്ട്, അൽബറൂനിയുടെ ഒപ്പം ഇബ്നു സീനയുടെ ഒക്കെ പിൻതലമുറക്കാരായിട്ടിരിക്കുന്ന മനുഷ്യൻ, അൽ ഹസന്റെ ഒക്കെ പിൻതലമുറക്കാരായിരിക്കുന്ന ഒരു സമൂഹം ഏതെങ്കിലും തരത്തിൽ പിന്നാക്കം നിൽക്കേണ്ടവരല്ല. ക്ലോക്കും അഥവാ ഘടികാരവും പൂജ്യവും കണ്ടെത്തിയ മനുഷ്യർ, ആ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ പിന്നാക്കം നിൽക്കേണ്ടവരല്ല. കുത്തബ് മീനാറും താജ്മഹലും ചെങ്കോട്ടയും നിർമ്മിച്ച ഒരു സമുദായത്തിന്റെ പിന്തുടർച്ചക്കാർ പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് പഠിക്കുക, വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു തോന്നലുണ്ടാവും, എങ്ങനെയെങ്കിലും ജീവിക്കാം, മീൻ വിറ്റ് ജീവിക്കാം എന്ന് കരുതുന്ന സമൂഹത്തോട് CH പറയുന്നു, മീൻ പിടുത്തം പോലും ശാസ്ത്രീയമായി നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എങ്ങനെയെങ്കിലും മീൻ പിടിച്ച് ജീവിച്ചോളാം എന്ന ധാരണയായി നടക്കുന്നതെങ്കിൽ ആ സമുദായം പിന്തള്ളപ്പെട്ടു പോകും. അതുകൊണ്ട് ശാസ്ത്രീയമായി നിങ്ങൾ നവീകരിക്കണം, ശാസ്ത്രജ്ഞാനം അവിടെ ഉണ്ടാവണം എന്ന് CH മുഹമ്മദ് കോയ പറയുന്നുണ്ട്. നോക്കൂ, നെഹ്റുവിന്റെ ലോകവീക്ഷണവും വിദ്യാഭ്യാസ വീക്ഷണവും ശാസ്ത്രീയമായ അന്വേഷണത്വരയും ഒരു വ്യക്തിയിൽ ഉണ്ടാവണമെന്ന് പറയുന്ന നെഹ്റുവും ശാസ്ത്രീയമായി നിങ്ങൾ പഠിക്കണമെന്നും ശാസ്ത്ര വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്ന CHും തമ്മിലുള്ള ബന്ധം, ആ സാമ്യതയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നെഹ്റുവും CHും തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത് ഈ മേഖലകളിൽ വളരെ സജീവമാണെന്ന് കാണാം. അംബേദ്കർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതുമായ തൃത്വങ്ങളിൽ പ്രധാനം സാഹോദര്യവും
സ്വാതന്ത്ര്യവും സമത്വവും അത് ലക്ഷ്യപ്രമേയമായി കരുതുന്ന വ്യക്തിയുടെ അന്തസ്സുമാണ്. ഒരു വ്യക്തിയുടെ അന്തസ്സാണ് യഥാർത്ഥത്തിൽ മൂന്നും ഉറപ്പിക്കാൻ പോകുന്നത്. നെഹ്റു വ്യക്തിയുടെ അന്തസ്സിനെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിമാർക്ക് തുടർച്ചയായിട്ട് കത്തെഴുതുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. മുഖ്യമന്ത്രിമാരെ കുത്തിക്കൊണ്ട് കത്തെഴുതുന്ന ആളല്ല. മുഖ്യമന്ത്രിമാര് നമ്മുടെ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ മുഖ്യമന്ത്രിമാർക്ക് സതുദ്ദേശപരമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന നെഹ്റു ഒരു കത്തിൽ പറയുന്നുണ്ട്, 1959 അവസാനം നിങ്ങളുടെ നഗരങ്ങളിലെ ശുചീകരണ തൊഴിലാളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. കത്തെഴുതുകയാണ്, ഇമെയിലില്ലല്ലോ. ആ ശുചീകരണ തൊഴിലാളികൾ കുനിഞ്ഞിരുന്ന് മുറ്റം വൃത്തിയാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ചൂലിന്റെ നീളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ചൂലിന്റെ നീളം കുറവായിരുന്നത് കൊണ്ട് അവർക്ക് വളഞ്ഞു നിന്ന് ബുദ്ധിമുട്ടി ആ പരിസരം വൃത്തിയാക്കേണ്ടി വരുമ്പോൾ അവരിൽ അറിയാതെ ഒരു അടിമത്ത ബോധവും അവരുടെ വ്യക്തിത്വം ഹനിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കോർപ്പറേഷനുകളിലെ മുനിസിപ്പാലിറ്റികളിലെ ശുചീകരണ തൊഴിലാളികളുടെ ചൂലിന്റെ നീളം നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഒരു ചൂല് പിടിക്കുന്നതിൽ, ഒരു ചൂലിന്റെ നീളത്തിൽ ഒരു വ്യക്തിയുടെ അന്തസ്സ് ഹനിക്കപ്പെടുന്നു എന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യന്റെ പേരാണ് നെഹ്റു. അതുകൊണ്ടാണ് CH മുഹമ്മദ് കോയ പറയുന്നത്, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് വെള്ളം കോരാനും ഈ പറയുന്നത് പോലെ വിറകു വെട്ടാനും പോകേണ്ട ഒരു സമുദായമായി തീരേണ്ടതല്ല, അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ രസതന്ത്രം മനസ്സിലാക്കിയ നേതാവാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ടാണ് ആ CH-നെ നമ്മൾ ഓർമ്മിക്കുന്നത് കമ്പാനിയൻ ഓഫ് ഓണർ, ഡിഗ്നിറ്റി, വ്യക്തിയുടെ അന്തസ്സ്, സമുദായത്തിന്റെ അന്തസ്സ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കരുത്തുണ്ടാകണമെന്ന് പറയുന്നത് ആ ഘട്ടത്തിലാണ്. പ്രവാസി മലയാളികളോടും പറയുന്നുണ്ടല്ലോ, ഓർമ്മയില്ലേ? ഗൾഫ് രാജ്യങ്ങളെ ആളുകളോട് അദ്ദേഹം നടത്തിയ സന്ദേശം, നിങ്ങൾ അമിതമായി വ്യയം ചെയ്യരുത്, അമിതമായി നിങ്ങൾ ചെലവ് ചെയ്യരുത്. എപ്പോഴും ചില സാഹചര്യങ്ങൾ വന്ന് മുട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണമെന്നും, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അധിക ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് വ്യക്തിയുടെ അന്തസ്സ് ഉറപ്പാക്കുക. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന രമ്യഹർമ്മ്യങ്ങളിലല്ല. നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? നിങ്ങളുടെ മക്കളിലാണ് നിക്ഷേപിക്കേണ്ടത്, നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നു പറയുന്ന മനുഷ്യനാണ് ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു രാഷ്ട്രശില്പിയായി മാറുന്നത്. അതുകൊണ്ടാണ് CH-ന്റെ പോളിസികളെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. ആ പോളിസികളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ, ജ്ഞാനത്തിലൂടെ ഒരു സമുദായത്തെ മോചിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വരുന്ന കഥ നേരത്തെ ഇവിടെ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല മാത്രമല്ല, 13 പ്രധാനപ്പെട്ട കോളേജുകളാണ് CH-ന്റെ കാലത്ത് സ്ഥാപിച്ചത്. അത് തലയെടുപ്പുള്ള കോളേജുകൾ, TK മാർക്സ് കോളേജ് അടക്കം 13 കോളേജ്, ഏറ്റവും മികച്ച കോളേജുകളായി അവ പ്രവർത്തിക്കുന്നു. ആ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ അവിടെ പഠിപ്പിച്ച് അവർ ജ്ഞാന സമ്പാദനത്തിനായി പോകുന്നു. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തെ നിർമ്മിച്ചെടുക്കുന്നത്. വിദ്യാസമ്പന്നരായ മനുഷ്യര് ഒരു രാഷ്ട്രത്തെയും സമൂഹത്തെയും നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു രാജ്യം സൃഷ്ടിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാ പാരിക്കുള്ള നല്ല നാട് ഭാരത നാട് എന്ന് സുബ്രഹ്മണ്യ ഭാരതി എഴുതുമ്പോ അത് വീരത്തിൽ മാത്രമല്ല, ജ്ഞാനത്തിലെ, മൗനത്തിലെ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് നെഞ്ചിനീറത്തിലെ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ കരുത്ത്. അവിടെ ജ്ഞാനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായമായി, ഒരു സമൂഹമായി മാറി ദേശീയ ധാരയിലേക്ക് ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തിയ വ്യക്തിയായിരുന്നു CH മുഹമ്മദ് കോയ. അതുകൊണ്ടാണ് CH അന്ന് ഇസ്ലാം സമുദായം, പ്രത്യേകിച്ച് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടാവുന്ന ഘട്ടത്തിൽ അസ്തിത്വ പ്രശ്നം നേരിടുമ്പോൾ ഇതാണ് പാതയെന്ന് മനസ്സിലാക്കുന്നത് നവീകരിക്കപ്പെട്ട ഒരു സമുദായമായി ദേശീയ ധാരയോടൊപ്പം ചേർന്ന് നിന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. CH-ന് മുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH-ന് ഉപമുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH-ന്റെ കൊടികൾ ഉയർത്താനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് CH ജ്ഞാനത്തിലുള്ള ഒരു സമുദായത്തെ മോചിപ്പിച്ച് ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ പറഞ്ഞത്. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ലീഗിൽ നിന്നൊരു നേതാവ് വരുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന സംവാദം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനേറെ 4-ൽ കൂടുതലായ ഒരു മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മറക്കാതെ പോകരുത്. ആ സംസ്ഥാനത്താണ് 54 ദിവസം അല്ലെ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായും 2 തവണ ഉപമുഖ്യമന്ത്രിയായും ഇരുന്നത് എന്നത് ആലോചിക്കണം. 6 തവണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും ആ സമൂലമായ മാറ്റം കൊണ്ടുവന്നു. നോക്കൂ, നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലല്ലേ? നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമാക്കിയില്ലേ CH മുഹമ്മദ് കോയ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി മാത്രമാണോ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ദളിതരായ, സാധാരണക്കാരായ, പിന്നാക്കം നിൽക്കുന്ന, പഠിക്കാൻ ശേഷിയില്ലാതെ പോയ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിരുന്നു. ജനാധിപത്യത്തെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ നിർവചനം എന്താണെന്നറിയാം? അത് എബ്രഹാം ലിങ്കന്റെ നിർവചനമല്ല, റാൻസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകന്റെ നിർവചനമാണ്. ജനാധിപത്യം എന്നാൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും
കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് ജനാധിപത്യം എന്നുള്ളത്. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത മനുഷ്യരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് റാങ് റാൻസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകനാണ്. ആ വാക്കുകളുടെ അർത്ഥത്തിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ CH ചെയ്യാൻ ശ്രമിച്ചതും അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഓരങ്ങളിലേക്ക് ചേർന്നു പോകുമായിരുന്ന, മീൻകച്ചവടം മാത്രമായി ചെയ്യുമായിരുന്ന, വിറകുവെട്ടികളായി മാത്രം തീരുമായിരുന്ന, വെള്ളം കോരികളായി മാത്രം തീരുമായിരുന്ന, ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ രണ്ടാം തരം പൗരന്മാരായും ആധുനിക കാലത്ത് പൗരന്മാരെ അല്ലാതായി തീരുകയും ചെയ്യുമായിരുന്ന ഒരു സമൂഹത്തെ പൗരന്മാരായും ആത്മാഭിമാനമുള്ള മനുഷ്യരായും ജനാധിപത്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൃശ്യവൽക്കരിച്ചു എന്നതാണ് CH മുഹമ്മദ് കോയ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ CH എന്നുള്ളത് ന്യൂനപക്ഷ സമുദായത്തിന്റെ ജനാധിപത്യത്തെ ഉറപ്പിച്ച രാഷ്ട്രീയ നേതാവായിട്ടാണ് എന്നിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി അടയാളപ്പെടുത്തുന്നത്. അത് ചെറിയ കാര്യമല്ല, അതത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമല്ല. കാരണം സംഘടന കൊണ്ട് മാത്രം ശക്തമായാൽ പോരാ. നിങ്ങൾ വലിയ പ്രചരണ യുദ്ധത്തെ നേരിടുന്ന ഒരു സമൂഹമാണ് എന്നതാണ്. ഇന്ത്യയിൽ എല്ലാ സമൂഹങ്ങളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, സർക്കാർ പ്രതിപക്ഷത്തിൽ നിൽക്കുന്നവർ, ഫാസിസത്തെ എതിർക്കുന്നവർ, അവർക്ക് വലിയ പ്രചരണ യുദ്ധങ്ങളെ നേരിടണം. അതിന് നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾക്ക് തലച്ചോറ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബൗദ്ധിക ശേഷി കൊണ്ട് മാത്രമേ ജനാധിപത്യത്തിൽ ഇനി സംവാദങ്ങളുടെ ഇടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതിനുള്ള അടിത്തറ ഇട്ടിട്ട് പോയ മനുഷ്യനാണ് CH എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും അതിനുശേഷം സംഘടന കൊണ്ട് ശക്തനാവുകയും ചെയ്യുക എന്നതാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് MSF എന്ന സംഘടന തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുമതല സമരമല്ല, നിങ്ങളുടെ ചുമതല ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിത്തമാണ് എന്ന് CH ആവർത്തിച്ചു പറഞ്ഞത്. അതിന്റെ കരുത്തിലാണ് ഇന്ന് കേരളത്തിൽ MSFന്റെ ആണെങ്കിലും ശരി, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആണെങ്കിലും ശരി, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ദേശീയ തലങ്ങളിൽ പോലും മികവുറ്റ ഗവേഷകരായി മാറി പുറത്തു വരുന്നത് ആ തീച്ചുളയിൽ നിന്നാണ്. പക്ഷേ ഇത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. CH എങ്ങനെയാണ് ഒരു ജനാധിപത്യവാദിയായത്? CH എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ സമൂഹത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? പലഹാരം ഉണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ലേ CH, നിങ്ങൾ ഒരു വർഷം പലഹാരം ഉണ്ടാക്കുന്ന പണം മതി, ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പലഹാരമുണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത്, സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ? പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ CH മുഹമ്മദ് കോയ? വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ അനുവദിച്ചു. 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പേര് കൊടുത്തില്ലേ? അതാണ് CH മുഹമ്മദ് കോയയുടെ പ്രസക്തി. ഒടുവിൽ CH മരണം വരിച്ചു പോകുമ്പോൾ നമ്മളെ ചിലരെങ്കിലും കരുതിയത് ഒരു തവണ മുഖ്യമന്ത്രിയും 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയാൽ അദ്ദേഹത്തിന് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ CH പറഞ്ഞു പോയൊരു വാചകം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപക്ഷെ അപ്രാപ്തരായിരിക്കാം, പ്രാപ്തിയില്ലാത്ത മനുഷ്യരായി ഒരുപക്ഷെ എന്നെയും എന്റെ തലമുറയെയും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയേക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു കാലത്തും അഴിമതിക്കാരനാവില്ല. പ്രാപ്തിയില്ലാത്തവനായി അടയാളപ്പെടുത്തിയാലും അഴിമതിക്കാരനായി അടയാളപ്പെടുത്താൻ ഞാൻ ഒരിടവും കൊടുക്കില്ല എന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? CHന്റെ വീട് പണയത്തിലായി. CHന്റെ മക്കൾക്ക് പഠിക്കാൻ വലിയ ഡിപ്പോസിറ്റുകൾ ഇല്ലാതായി. സർക്കാരിന് മകന് പഠിക്കാനുള്ള പണവും ഭാര്യയ്ക്കുള്ള ചെലവിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് തന്നെ പല രീതിയിൽ നമ്മൾ ട്രോളി, പല വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും. പക്ഷേ ആത്മാഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 2 തവണ ഉപമുഖ്യമന്ത്രിയും 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഒരു മനുഷ്യൻ കടക്കെണിയിലാണ് മരിച്ചുപോയത് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ അഭിമാനവും വലിയ ധൈര്യവും ആത്മധൈര്യവും ആ സമുദായത്തിനും ആ പാർട്ടിക്കും ആവശ്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ CHന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് പേര് മനുഷ്യരുണ്ട് ആത്മാർത്ഥമായ ജീവിതം നയിച്ച് കടന്നു പോകുമ്പോൾ പട്ടിണിയിൽ മരിച്ചത്. അതിലൊന്ന് കാൾ മാർക്സ് ആണ്. മൂലധനം എഴുതുന്ന കൂട്ടത്തിൽ മൂലധനം ഇല്ലാതെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് കാൾ മാർക്സ്. അതേപോലെയാണ് ഒരുപാട് എഴുത്തുകാർ, പത്രപ്രവർത്തകർ, അതിലൊരാളാണ് നമ്മുടെ CH എന്നുള്ളത്. ഞാൻ ചുരുക്കാം. CH ഏത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോഫാസിസം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്, എഴുതിയത് ഉംബർട്ടോ എക്കോയാണ്. 2014 നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്താൻ CHനെ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നത് ആ ലേഖനത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചെടുക്കാം എന്ന് തോന്നുന്നു. യൂറോഫാസിസത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതവും നമ്മളുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒരു ഫാസിസ്റ്റ് ലക്ഷണത്തോടു കൂടി ഉള്ളതാണോ എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? അതിന് യൂറോഫാസിസത്തിലൂടെ ഉംബർട്ടോ എക്കോ 14 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാ ലക്ഷണങ്ങളും വായിക്കുന്നില്ല, 4-5 ലക്ഷണങ്ങൾ മാത്രം പറയാം. സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. അതിലൊരു ലക്ഷണം എന്ന് പറയുന്നത് കൾട്ട് ഓഫ് ട്രഡീഷൻ എന്നുള്ളതാണ്. അന്ധമായ പാരമ്പര്യാരാധന നിങ്ങൾക്കുണ്ടോ? വിദ്യാഭ്യാസം നേടാതെ അന്ധമായ പാരമ്പര്യാരാധനയിൽ മാത്രം അഭിരമിച്ചിരിക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ മാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം. CH യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. ഒരു സമുദായത്തിന് വേണമെങ്കിൽ അന്ധമായ പാരമ്പര്യാരാധനയിലൂടെ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ശൈലി സ്വീകരിക്കാം.
ഇത് പക്ഷേ CH മുഹമ്മദ് കോയക്ക് അത്തരം രാഷ്ട്രീയജ്ഞാനത്തോടു കൂടിയാണോ അത് കണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെയാണ് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളിൽ ഒന്നതാണ്. കൾട്ട് ഓഫ് ട്രഡീഷനും അപ്പുറത്തേക്കാണ് മോഡേണിറ്റി. ആധുനികതയെ നിങ്ങൾ പുൽകുമ്പോഴും സമുദായത്തിന്റെ സ്വത്വത്തെ നിലനിർത്താൻ ശ്രമിച്ച മനുഷ്യൻ, അഥവാ സമുദായത്തിന്റെ സ്വത്വത്തിനുള്ളിൽ ആധുനികവൽക്കരിക്കാനുള്ള ഇടമുണ്ട് എന്ന് കണ്ടെത്തി. വലിയ ബുദ്ധിമുട്ടാണ് അത് കണ്ടെത്താൻ, പാളിപ്പോ. പക്ഷെ CH വളരെ വ്യക്തമായി കണ്ടെത്തി. പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കണമെന്ന് മാത്രമല്ല, രക്ഷിതാക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി അവർക്ക് ഗ്രാന്റും സ്കോളർഷിപ്പും കൊടുത്തു. പക്ഷേ അന്ധമായ പാരമ്പര്യാരാധനയിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യര് പെൺകുട്ടികളെ പുറം വെളിച്ചം കാണിക്കാതിരിക്കാൻ തീരുമാനിച്ചു. CH പറഞ്ഞു, പാടില്ല, അവർ സ്കൂളിൽ വരണം, അവർ പഠിക്കണം. നേരത്തെ പറഞ്ഞു, നാദാപുരത്ത് ഒരു ഗേൾസ് സ്കൂൾ വന്നു. ചെറിയ കാര്യമല്ല. ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ എന്നുള്ള ആശയമായിരുന്നു CH ഉണ്ടായിരുന്നത്. ഗേൾസ് സ്കൂൾ കൊണ്ടുവന്നു. എങ്ങനെ എതിർപ്പുണ്ടാവും? എത്ര പേര് അവിടെ പഠിക്കാൻ വരും? ആ അന്ധമായ പാരമ്പര്യാരാധനയെ എതിർത്തും അതേസമയം തന്നെ സ്വത്വത്തെ നിലനിർത്തിയും ആധുനികവൽക്കരിക്കാം സമുദായത്തെ, നവീകരിക്കാം സമുദായത്തെ എന്ന് കാട്ടിത്തന്നയാളാണ് CH. ആ CHന്റെ തുടർച്ചയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കുന്നത്. അവർ കടൽ കയറി പോകുന്നത്, അവർ ധീരരായി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവർ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കുന്നത്. സിമോൺ ഡി ബൂവ പറഞ്ഞതുപോലെ രണ്ടാം പൗരകളായി തീരാത്തത് CH കൊളുത്തുവിട്ട ഈ അഗ്നിയിലാണ്. അന്ധമായ പാരമ്പര്യാരാധനയില്ല. രണ്ടാമത്തേത് റിജക്ഷൻ ഓഫ് മോഡേണിസം, ആധുനികതയുടെ നിരാശം, ചിന്തയില്, പ്രവൃത്തിയില്, യാത്രയില്, അതെല്ലാം തുടർച്ചയായിട്ടുണ്ടാവുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മീൻ പിടിക്കുന്നത് പോലും ശാസ്ത്രീയമാവുന്ന ഒരു കാലത്ത് നിങ്ങൾ ശാസ്ത്രവിരുദ്ധരായി ജീവിക്കരുത് എന്ന് CH ആവർത്തിച്ചു പറയുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ സിലബസിനകത്ത് വ്യത്യസ്ത ശാസ്ത്ര മേഖലകളെ ഉൾപ്പെടുത്തണമെന്ന് വാദിച്ചു. മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെ കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞു. അത് വേറെ കാര്യം. ഇന്ന് ആകെ ആ കാലിക്കറ്റ് സർവകലാശാലയിൽ ഏറ്റവും പ്രസിദ്ധമായ അവിടുത്തെ ലൈബ്രറിയുടെ പേര് CHന്റെ പേരാണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ പോയി. അവൾ സർവകലാശാലയുടെ തുടക്കം കുറിക്കുമ്പോൾ ആധുനികതയെ, ശാസ്ത്രത്തെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി വേണമെന്ന് CH പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക് സർജറി എന്നുള്ളത് ഗണപതിയുടെ കഥയായി ചിലർ ചിത്രീകരിക്കുകയും അത് പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുന്ന വളരെ പ്രത്യേകത നിറഞ്ഞൊരു സവിശേഷ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് ഫാസിസത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്നാണ് ഉംബർട്ടോ എക്കോ പറയുന്നത്. അപ്പോൾ അന്ധമായ പാരമ്പര്യ ആരാധനയും ശാസ്ത്ര നിരാസവും അഥവാ ആധുനികതയുടെ നിരാസവും ഫാസിസത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് ഡിസഗ്രിമെന്റ് ഈസ് ട്രീസൺ. നിങ്ങൾക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയാൽ രാജ്യദ്രോഹിയായി നിങ്ങളെ മുദ്രകുത്തുമെന്നുവെങ്കിൽ അതൊരു ഫാസിസ്റ്റ് സമൂഹത്തിന്റെ ലക്ഷണമാണ്. ഇത് രാജ്യത്തിന്റെ കാര്യത്തിൽ രാജ്യദ്രോഹിയാവും, സമുദായത്തിന്റെയും വ്യക്തികളുടെയും സമൂഹത്തിന്റെയും കാര്യത്തിൽ സാമൂഹ്യദ്രോഹിയും കുടുംബദ്രോഹിയുമാവും. കുടുംബത്തിൽ നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന നിമിഷം നിങ്ങളെ കുടുംബദ്രോഹിയായും, സംഘടനയിൽ നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പക്ഷം സംഘടനാദ്രോഹിയായും, രാജ്യത്ത് നിങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന പക്ഷം നിങ്ങളെ രാജ്യദ്രോഹിയായും ചിത്രീകരിക്കാനുള്ള പ്രവണത നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളൊരു ഫാസിസ്റ്റാണ്. ആ അർത്ഥത്തിൽ CH ഒരു ഫാസിസ്റ്റ് ആണോ? നെഹ്റുവിനെ കുറിച്ച് ഉള്ള രസകരമായ കഥകളിലൊന്ന്, നെഹ്റുവിനെ കൃത്യമായി വിമർശിച്ചിരുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ശങ്കർ. അദ്ദേഹത്തിന്റെ ശങ്കേഴ്സ് വീക്കിലിൽ ഈ ശങ്കർ ഇങ്ങനെ നിരന്തരം വിമർശിക്കുമ്പോൾ ശങ്കർ തന്നെ അവസാനിപ്പിച്ചു. പ്രധാനമന്ത്രിയൊക്കെ അല്ലേ, ഇനി ഇദ്ദേഹത്തെ വിമർശിച്ചാൽ എന്ത് തോന്നുന്നു? ശങ്കറിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നെഹ്റു പറഞ്ഞു, ഡോണ്ട് സ്പെയർ മീ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വാക്കുകളാണ്. ഡോൺ സ്പെയർ മീ, എന്നെ ഒഴിവാക്കരുത്. ഏതിൽ നിന്ന് ഒഴിവാക്കരുത്? വിമർശനത്തിൽ നിന്ന് ഒഴിവാക്കരുത്. ഈ നെഹ്റു മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 1940കളിൽ അദ്ദേഹത്തിന്റെ ഒരു കൽക്കട്ട ജേണലിൽ അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു, ദ പ്രസിഡന്റ് എന്ന തലക്കെട്ട്. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ആരെ? ജവഹർലാൽ നെഹ്റുവിനെ. അതുകൊണ്ട് നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ കരുതിയിരിക്കണം. അയാൾ ചിലപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചേക്കാൻ ഇടയുള്ള ഒരു സ്വേച്ഛാധിപതിയാകാൻ സാധ്യതയുള്ള ആളാണ് എന്ന് എഴുതി. ആൾക്കാരൊക്കെ ചർച്ച ചെയ്തു. നെഹ്റുവിനെ ഇങ്ങനെ ആരാണ് വിമർശിക്കുന്നത്? നെഹ്റു തന്നെയാണ് എഴുതിയത്, അദ്ദേഹത്തിന്റെ ദ പ്രസിഡന്റ് എന്ന പേരിൽ. ഈ ആത്മവിമർശനത്തിനുള്ള ഇടയുണ്ടാവണം എന്നുള്ളതാണ്. CHനെ കുറിച്ച് അങ്ങനെ ഒരു കഥയുണ്ട്. CHനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു, PK മന്ത്രി. തനിനിറം എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നറിയില്ല. കൃഷ്ണൻ നായരുടെ കലാനിലയം, കൃഷ്ണൻ നായരുടെ തനിനിറം. ആ തനിനിറത്തിൽ വരച്ചുകൊണ്ടിരുന്ന PK മന്ത്രി ഈ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു, സർക്കാർ അധ്യാപകനായിരുന്നു, കാർട്ടൂണിസ്റ്റുമായിരുന്നു. ഒടുവിൽ നിരന്തരം നമ്മുടെ CHനെ വരച്ചുകൊണ്ടിരുന്നപ്പോ CH ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കൂടി ആയിരുന്നു, ഉത്തരവിട്ടു, ഇദ്ദേഹം ഈ സർക്കാർ ജീവനക്കാരനായിരിക്കെ എങ്ങനെയാണ് തനിനിറത്തിൽ വരച്ച് പണം ഉണ്ടാക്കുന്നത്? വിജിലൻസിന്റെ എൻക്വയറി വന്നപ്പോൾ സസ്പെൻഷനിലായി. ഇദ്ദേഹം ശരിയാണ്, തനിനിറത്തിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ട്, സർക്കാരിൽ നിന്നും പണം വാങ്ങുന്നുണ്ട്. അപ്പോൾ വിജിലൻസ് എൻക്വയറിയിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന അവസ്ഥയെത്തി. പലയാറ്റൂർ രാമകൃഷ്ണൻ പോയി ഇദ്ദേഹത്തെ കണ്ടു പറയും, അങ്ങ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജോലി കളയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആണ്, അങ്ങനെ കളഞ്ഞാൽ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാനിട. ഒടുവിൽ എന്ത് സംഭവിച്ചു? PK മന്ത്രി അദ്ദേഹത്തെ വിമർശിക്കുന്ന PK മന്ത്രിയെ തിരികെ വീണ്ടും സർവീസിലേക്ക് എടുത്ത് അദ്ദേഹം പെൻഷൻ വാങ്ങി റിട്ടയർമെന്റ് വരെയും ഈ CHനെ വിമർശിച്ചുകൊണ്ട് തന്നെ വരച്ചുകൊണ്ടിരുന്നു. CH ആ വിമർശനത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരുന്നു.
വിമർശനങ്ങളെ വിദ്രോഹമായിട്ട് കണക്കാക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ചെയ്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ പേര് കൂടിയാണ് CH എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. CH അവസാനിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ അവശേഷിപ്പിച്ചു പോകുന്ന ലെഗസി എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും ഒരു മികച്ച ജനാധിപത്യവാദിയായി അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കാൻ കിട്ടുന്ന ഏതു സാഹചര്യവും മറ്റുള്ള മനുഷ്യനെ കരുണയോടെ, സഹാനുഭൂതിയോടെ, അവനെ അന്തസ്സോടുകൂടി കൈ ഉയർത്തിപ്പിടിച്ചു നിർത്താനുള്ള ഏതൊരു നിമിഷവും ഉയർത്തിപ്പിടിക്കുക എന്നതാണ് CHന്റെ രാഷ്ട്രീയം. ആ അർത്ഥത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മഹത്തായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ്. അത് നീതിയുടെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, വ്യക്തിയുടെ അന്തസ്സിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് CHന്റെ രാഷ്ട്രീയം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് CHനെ ഓർമ്മിക്കുക എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് CHനെ കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ നിറയുന്ന ഈ സയാനത്തിൽ നിങ്ങളോടൊപ്പം പങ്കിടാനുള്ള അവസരം കിട്ടിയതിലുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് പിന്മാറും.